എറണാകുളം പരിയത്തുകാവ് മലയിടം തുരുത്ത് ഭൂമി പ്രശ്നത്തിൽ ഒത്തുതീർപ്പ് കരാറായിട്ടുണ്ട്. ദളിത് കുടുംബങ്ങളും ഭൂ ഉടമകളും തമ്മിലുള്ള ധാരണാപത്രം കാക്കനാട് കളക്ടറേറ്റിൽ വെച്ചാണ് ഒപ്പിട്ടത്. മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിലായിരുന്നു ധാരണാപത്രം ഒപ്പിട്ടത്. അതേസമയം തന്നെ പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്നിപ്പം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പ്രശ്നം പരിഹരിച്ച കാര്യം സർക്കാർ ഔദ്യോഗികമായി കോടതിയെ അറിയിക്കുകയും ചെയ്യും. സഹിൻ ആന്റണിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയമുള്ളത്. സഹിൻ ആന്റണി, ഗുഡ് മോർണിംഗ്. ഈ മലയിടം തുരുത്ത് പരിയത്തുകാവുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ആ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു, മന്ത്രി റോജി എം ജോണിന് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ശുഭ പര്യവസാനിയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇന്നിപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. എന്താകും കോടതിയെ അറിയിക്കുക? കോടതിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? സേതു, 5 പതിറ്റാണ്ട് നീണ്ട വലിയ ഒരു തർക്കം ഇന്നലെ വൈകുന്നേരത്തോടെ അവസാനിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സർക്കാരിനെയും ഒപ്പം തന്നെ മന്ത്രി റോജി എം ജോണിനെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വലിയ ഒരു നേട്ടം ഇന്നലെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതാ ഈ കാണുന്ന മലയിടം തുരുത്തിലെ ഭൂമി ഇടപാട് പ്രശ്നങ്ങൾ അത് പൂർണ്ണമായും പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. അത് സേതു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇലക്കും ഉള്ളിനും കേടില്ലാതെ രണ്ട് കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. 5 തവണകളിലായി നീണ്ട ചർച്ച ഏറ്റവും ഒടുവിൽ ഇന്നലെ എറണാകുളം ജില്ലാ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ വിളിച്ചു ചേർത്ത ആ യോഗത്തിൽ ഇരു കൂട്ടരും സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. ഇന്ന് ഹൈക്കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ആ ഹർജി പരിഗണിക്കുമ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഈ ഇരു കൂട്ടരും ഒപ്പുവെച്ച സമ്മതപത്രം കോടതിയിൽ സമർപ്പിക്കും. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഇവിടത്തുകാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി കൊടുക്കും. എന്തായാലും ഇവിടുത്തെ ഒരു താമസക്കാരനായിട്ടുള്ള ഒരു ചേട്ടൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, 5 പതിറ്റാണ്ടായി ഇതിൻ്റെ ഒരു തർക്കമാണ്, അത് പരിഹരിച്ചു, സന്തോഷമായോ? സന്തോഷം എന്ന് വെച്ചാൽ ഇത്ര നാളായിട്ടൊരു കേസ് തീർന്നു എന്നുള്ള ഇതുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എഗ്രിമെൻ്റ് പ്രകാരം വീടൊക്കെ വെച്ച് കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ കേസുകളൊക്കെ തീർക്കാമെന്നുള്ളൊരു ഇതും പറഞ്ഞിട്ടുണ്ട്. ഈ പരിത്ത വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും കേസുകൾ തീർക്കാമെന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആ പറഞ്ഞ ഉറപ്പുകളൊക്കെ പാലിക്കുകയാണെങ്കിൽ ഒരു ഉറപ്പില്ലായ്മയിൽ നിന്നിപ്പോൾ ഒരു ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലേ? തീർച്ചയായും അതിൻ്റെ ഒരു അതായത് ഇനി തർക്കവും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഇല്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണ്. അഗ്രിമെൻ്റ് പ്രകാരമൊക്കെ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് തന്നെയാണ് സേതു, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം ഈ വീട് അല്ലെങ്കിൽ ഈ വീടിരിക്കുന്ന സ്ഥലം മാറ്റി പകരം ഇവർക്ക് ഈ കാണുന്ന തൊട്ടടുത്ത് തന്നെ പുതിയ സ്ഥലം നൽകുമെന്നുള്ളതാണ് പറയുന്നത്. അവിടെ 5 സെൻറ്റ് സ്ഥലം വീതമായിരിക്കും 7 ദളിത് കുടുംബങ്ങൾക്കും നൽകുക. 5 സെൻറ്റ് സ്ഥലം നൽകുന്നതിനോടൊപ്പം തന്നെ 3 മീറ്റർ വീതിയിലുള്ള വലിയ വഴികളും ആ വീടുകളിലേക്ക് ഇവർക്ക് പോകുന്നതിന് വേണ്ടി സർക്കാർ സാന്നിധ്യത്തിൽ തന്നെ ആ വഴികളും നൽകും. മാത്രമല്ല ഈ ചില നിബന്ധനകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിബന്ധനകളെല്ലാം തന്നെ ആർക്കും ദോഷമില്ലാത്ത രീതിയിലുള്ള നിബന്ധനകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയ വലിപ്പമുള്ള വഴികൾ തന്നെയായിരിക്കും. വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന ആ രീതിയിലുള്ള വഴികൾ നൽകിക്കൊണ്ടായിരിക്കും ഇതിന് തൊട്ട് മുന്നിലായി അവർക്ക് സ്ഥലം നൽകുന്നത്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. 1 വർഷത്തിനുള്ളിൽ തന്നെ വീട് സർക്കാർ തന്നെ പണിത് നൽകും. അത് 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത ഒരു വീടായിരിക്കും പണിത് നൽകുക. അടുത്ത ആഴ്ച തന്നെ ലാൻഡ് റവന്യൂവുമായി ബന്ധപ്പെട്ട ആളുകൾ വന്നുകൊണ്ട് ഇവിടെ അതിൻ്റെ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുകയും ആളുകൾക്ക് വേണ്ട സ്ഥലങ്ങൾ അവർക്ക് അർഹമായ രീതിയിൽ അവർക്ക് തിരിച്ചു നൽകുകയും ചെയ്യും. കൂടാതെ ഈ ഭൂമിയിലേക്ക് പോകാനുള്ള വഴി അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു നൽകും. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ സന്തോഷത്തിലെത്തിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് എത്രയോ വട്ടം ഈ മലയിടം തുരുത്ത് പരിയത്തുകാവിലേക്കൊക്കെ സഹിനും പോയിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും അവിടുത്തെ ഒരു അന്തരീക്ഷം ഇങ്ങനെയായിരുന്നില്ല. നമ്മൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അവിടെ മൊത്തം സംഘർഷഭരിതമായ സാഹചര്യവും അന്തരീക്ഷവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം എന്ത് സമാധാനമാണല്ലേ? തീർച്ചയായിട്ടും സേതു, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്ന ബസ് സ്റ്റോപ്പൊക്കെ വലിയ സംഘർഷത്തിന് വേദിയായിട്ടുള്ള ഇടങ്ങൾ കൂടിയാണ്. പല ഘട്ടങ്ങളിലും നമ്മളിവിടെ വരുമ്പോൾ ഇവിടുത്തുകാരുടെ ജീവിതം ആലോചിച്ച് പലപ്പോഴും സങ്കടപ്പെടാറുണ്ടായിരുന്നു. കാരണം രാവിലെ ആർക്കും പണിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റു വീട്ടുകാര്യങ്ങൾ നോക്കാനോ കഴിയില്ല. പകരം പോലീസുമായി വരുന്ന അഭിഭാഷക കമ്മീഷനെ ചെറുക്കുന്നതിന് വേണ്ടി എല്ലാവരും നിരത്തിലേക്കും ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കും ഇറങ്ങേണ്ടിയിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ ദുഃഖത്തിൽ നിന്നും ആ പ്രശ്നങ്ങളിൽ
സ്ഥലങ്ങളിൽ നിന്നും ജനത്തെ മാറ്റിയിരിക്കുന്നു. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെയും റോജിയം നിശ്ചയമായും തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ച് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാം. കാരണം പാരിയത്തുകാവിൽ ഞങ്ങളൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് റോജിയം ജോൺ മന്ത്രിക്ക് അദ്ദേഹത്തിന് പേഴ്സണലി കൂടി വളരെ നല്ല തീരുമാനമാണ്, അല്ല ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. കാരണം 14 തവണ അവിടെ നടപടി ഉണ്ടായതാണ്. പോലീസ് വന്നു, കുടിയൊഴിപ്പിക്കലും കാര്യങ്ങളും. ആ 14 വട്ടവും നമ്മൾ അവിടെ ഇപ്പം സഹിനൊക്കെ നിൽക്കുന്ന ആ പ്രദേശമൊക്കെ വലിയ പിടിവലികൾക്കും ബഹളങ്ങൾക്കും പോലീസ് നടപടിയും ഒക്കെ ഉണ്ടായ സ്ഥലങ്ങളാണ്.